എ.വി. സന്തോഷ് കുമാറിന്റെ ആദ്യ നോവൽ പുറത്തിറങ്ങി. വിദേഹി എന്ന നോവലിന്റെ പ്രകാശനം ബെന്യാമിൻ നിർവഹിച്ചു. പ്രൊഫസർ പി.ടി. അബ്ദുൽ ലത്തീഫ് പുസ്തകം ഏറ്റുവാങ്ങി. എ.വി. സന്തോഷ് കുമാറിന്റെ ആദ്യ നോവൽ വിദേഹി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ പ്രകാശിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ പ്രൊഫസർ പി.ടി. അബ്ദുൽ ലത്തീഫ് ഏറ്റുവാങ്ങി. ഞങ്ങളൊക്കെ എഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ സാഹിത്യം മരിച്ചു, മലയാളം മരിച്ചു, ഇനി ആരും വായിക്കുകയില്ല, ഇംഗ്ലീഷ് പുസ്തകം മാത്രം കഷ്ടിച്ച് വിറ്റുപോകും, പ്രസാധകരൊക്കെ 100 പേജിൽ കൂടുതലുള്ള പുസ്തകങ്ങൾ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരിടത്ത് നിന്ന് നമ്മൾ എത്ര വേഗമാണ് മലയാള സാഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചത്, പുസ്തകങ്ങളോട് കൂടുതൽ അടുത്തത്, കൂടുതൽ വായനക്കാർ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്, അതിൽ തന്നെ ചെറുപ്പക്കാർ ധാരാളമായി സാഹിത്യത്തോട് അടുത്തു വരുന്നതിൻ്റെ നല്ല കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത്തരം ആശങ്കകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വായന മരിക്കുന്നുവെന്നോ സാഹിത്യം മരിക്കുന്നുവെന്നോ നോവൽ അസ്തമിക്കുന്നുവെന്നോ എന്തായാലും പുതിയ കാലത്തൊരാൾ പറയുമെന്ന് തോന്നുന്നില്ല. അതിന് സാധ്യമാക്കിയത് ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരുടെ കഠിനാധ്വാനം ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒ.പി. സുരേഷ് അധ്യക്ഷനായി. കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സോണിയ ഇ.പി., എ.കെ. രമേശ്, ഡോക്ടർ ബാബുരാജൻ നല്ലൂരങ്ങാടി, ഡോക്ടർ എം.കെ. സന്തോഷ് കുമാർ, കെ.വി. ശശി എന്നിവർ സംസാരിച്ചു. എ.വി. സന്തോഷ് കുമാർ മറുമൊഴി നടത്തി. നൌഷാദ് സ്വാഗതവും എൻ.എസ്. സജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് എസ്.വി. മെഹജൂബിന്റെ സംഗീത സായാഹ്നം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.